കൈരളി ന്യൂസ് ഇംപാക്ട് കള്ളപ്പരാതിയിൽ മോഷണക്കുറ്റം ആരോപിച്ച ഭിന്നശേഷിക്കാരി 6 മണിക്കൂർ കൊല്ലം ശൂരനാട് പോലീസ് ചോദ്യം ചെയ്ത സംഭവത്തിൽ പരാതി നൽകിയ യുവതിക്കെതിരെ ശൂരനാട് പോലീസ് കേസെടുത്തു. കൈരളി ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി രാജ്കുമാറാണ് ചേരുന്നത്. രാജ്കുമാർ കൊണ്ടുവന്ന കൈരളിയുടെ വാർത്തയെ തുടർന്ന് ഒരാൾക്ക് നീതി ലഭിക്കുന്നു, സത്യം പുറത്തേക്ക് വരുന്നു എന്നതിൽ നമുക്കും വളരെ സന്തോഷം. എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ഈ മാസം 12-ാം തീയതിയാണ് ഈ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കാട്ടി ഈ 7-ാം മൈൽ സ്വദേശിനി, അതായത് കുന്നത്തൂർ ശൂരനാട് 7-ാം മൈൽ സ്വദേശിനി രാഖി ശൂരനാട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നത്. ആ പരാതിയിൽ പോലീസ് ഈ രണ്ടുപേരെ, അതായത് ഈ പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടുപേർ, അതായത് ശ്രീജയുടെ സഹോദരൻ ഷിബു, ഈ രണ്ടുപേരെയും സ്റ്റേഷനിൽ വിളിച്ചിരുത്തി 1 മണിക്ക് വരെ വിളിച്ചു വരുത്തി ഏതാണ്ട് തുടർച്ചയായി 6 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. പിന്നീട് 14-ാം തീയതിയാണ് പരാതിക്കാരി സ്റ്റേഷനിൽ വരുമ്പോൾ കയ്യിൽ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്വർണം വീട്ടിൽ നിന്ന് തന്നെ തിരികെ കിട്ടിയിട്ടുണ്ട്. അത് അവിടുന്ന് വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. അതുകൊണ്ട് തനിക്ക് പരാതിയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സമയം കൊണ്ട് ഇതിൽ പ്രതിയെന്ന് സംശയിക്കപ്പെട്ട ഈ ശ്രീജയും സഹോദരനെ കുറിച്ച് നാട്ടിൽ പാട്ടാവുകയും ശ്രീജയുടെ മക്കൾക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ, തെറ്റായ പ്രചരണങ്ങൾ സമൂഹ മധ്യേ നടക്കുകയും ചെയ്തു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ശ്രീജ പോലീസിന് പരാതി നൽകി തനിക്ക് നീതി കിട്ടണം, തന്നെ ബോധപൂർവം ഇതിൽ കള്ളപ്പരാതിയാണ് തനിക്കെതിരെ തന്നത്, പോലീസും തന്നോട് മോശമായി പെരുമാറിയെന്ന് കാട്ടി പരാതി കൊടുത്തു. ആ പരാതിയാണ് കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടി കൊട്ടാരക്കര റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടു. ശാസ്താംകോട്ട DYSP ഇതില് മൊഴിയെടുക്കാനുള്ള ഈ യുവതിയുടെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയാണ് ഇന്നലെ പട്ടികജാതി വകുപ്പ്, അതേപോലെ തന്നെ കേസിൽ 396, 217, അതുപോലെ SC/ST ആക്ട്, ഈ 3 ആക്ടുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതായത് ഈ പരാതിക്കാരിയായ ശ്രീജയ്ക്ക് മാനഹാനി ഉണ്ടാക്കി, സമൂഹ മധ്യത്തിൽ അവമതിപ്പുണ്ടാക്കി, ഇതുകൂടാതെ പട്ടികജാതിക്കാരിയാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട്, പാവപ്പെട്ട സ്ത്രീയാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അവരെ ഈ നിലയിൽ കേസിൽ കൊടുക്കാൻ നോക്കി. ഇതാണ് പോലീസ് ഈ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ ഈ കള്ളപ്പരാതി നൽകിയ യുവതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പ് എന്നാണ് ലഭിക്കുന്ന സൂചന. അതേസമയം ഈ കള്ളപ്പരാതിയാണെന്ന് പോലും തിരിച്ചറിയാതെ ഈ വികലാംഗ കൂടിയായിട്ടുള്ള ഭിന്നശേഷിക്കാരി കൂടിയായിട്ടുള്ള ഈ ശ്രീജയും ഒപ്പം തന്നെ അവരുടെ സഹോദരനെയും സ്റ്റേഷനിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെയുള്ള നടപടി സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അത് പോലീസിന്റെ ഇന്റേണൽ എൻക്വയറി നടക്കുന്നുണ്ടെന്നാണ് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശാസ്താംകോട്ട DYSP പറയുന്നത്. ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് ശൂരനാട് പോലീസിനെതിരെ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.